ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും Eissahnme ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബ്രെഡ് കൊണ്ടുള്ള റെസിപ്പികളാണ്. വെറൈറ്റി 5 റെസിപ്പികളാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ബ്രെഡ് കൊണ്ട് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാൻ പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മെൽറ്റായി വന്ന ശേഷം ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് രണ്ടെണ്ണം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് പാലാണ്. പാലും ബ്രെഡും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതാ ചൂട് പാൽ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷുഗർ ചേർക്കണമെന്നില്ല, ഷുഗർ വേണ്ടവർക്ക് ചേർക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് തേൻ ചേർത്ത് കൊടുത്താൽ മതി കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത്. ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുത്ത് 2 ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ട. ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. അവർ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഈ റെസിപ്പി ഏത് കുട്ടികൾക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ബട്ടർ ചേർക്കുന്നതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അടുത്തതായിട്ട് 5-6 ബ്രെഡ് എടുക്കുക. 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചൂടാക്കണമെന്നില്ല പാൽ കേട്ടോ. തണുത്ത പാലാണ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. പാല് ചേർത്ത് കൊടുക്കുന്ന നിർബന്ധമില്ല, വെള്ളവും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും ബ്രെഡും കുറച്ച് ഷുഗറും ചേർത്തിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇനി ഇത് കൈകൊണ്ട് തന്നെ ബ്രെഡൊക്കെ നല്ല പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കൈകൊണ്ട് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കാം. ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങയും ബ്രെഡും കുറച്ച് ഷുഗറും ചേർത്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഷുഗർ ചേർക്കാതെ ഇത് ഉണ്ടാക്കാം. പാലിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റായി തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഏത് ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിതാ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ പൊട്ടിപ്പോകുന്നതിന് ടെൻഷനൊന്നും വേണ്ട കേട്ടോ. പൊട്ടിപ്പോകുന്നില്ല. നമുക്ക് എണ്ണ ഒന്നും പിടിക്കില്ല. ഇതിൽ എണ്ണ ഒന്നും പിടിക്കാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി അത് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒട്ടി പിടിക്കുകയാൽ നല്ല ചൂട് കൊടുക്കണം, ഇട്ട് കൊടുക്കണം. ചൂട് കുറച്ചിട്ട് കൊടുക്കരുത്. ബ്രെഡാണ്, എണ്ണ പിടിക്കാൻ സാധ്യതയുണ്ട്. എണ്ണ പിടിക്കുന്നില്ല കേട്ടോ. ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്, ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മുടെ കയ്യിൽ ബ്രെഡും കുറച്ച് തേങ്ങയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊരു ഗോൾഡൻ കളറാകുമ്പോൾ അത് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ അത് അടുത്ത ട്രിപ്പും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈസി ആയിട്ടും ടേസ്റ്റ് ചെയ്ത് 5-6 ബ്രെഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് പാൽ ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഷുഗറും ചേർത്തിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. ഇതിൽ ഞാൻ കാണിച്ചിട്ടുള്ള 5 റെസിപ്പികളും ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പികളാണ്. അപ്പോൾ അത് പൊട്ടിച്ച് കാണിച്ച് തരാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എണ്ണ പിടിക്കുക അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവുകയൊന്നും ചെയ്യൂല. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് എണ്ണ പിടിക്കില്ലെന്ന് കാണിച്ച് തരികയാണ്. ഇനി ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കഴിക്കാനും പറ്റും. ഹാർഡൊന്നുമല്ല കേട്ടോ. പുറത്ത് നമുക്ക് ചെറുതായിട്ട് ക്രിസ്പി ആയി തോന്നും, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. മൂന്നാമത്തെ ബ്രെഡ് കൊണ്ടുള്ള റെസിപ്പി, ഞാൻ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ്, കുക്കുംബറൊക്കെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ കുക്കുംബറൊക്കെ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക, കട്ട് ചെയ്യുക. സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോൾ വെള്ളം ഇല്ലാതിരിക്കാൻ വേണ്ടി അതിലുള്ള സെൻറ്ററിലുള്ള സീഡ്സൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ചോപ്പ് ചെയ്യുക, കട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ കുറച്ച് ക്യാരറ്റും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട്. മയോണൈസിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇനി എഗ്ഗ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കളഞ്ഞ് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മയോണൈസ്, കുക്കുംബർ, ക്യാരറ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈസി ആയും ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ ബ്രെഡ് കൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. എഗ്ഗ് ഇനി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എഗ്ഗ് പല രീതിയിലും കട്ട് ചെയ്തെടുക്കാം. ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എഗ്ഗും മയോണൈസും കുക്കുംബറും ക്യാരറ്റും എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കാം.
ഇനി ഇങ്ങനെയും കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് പല ഷേപ്പിലും കട്ട് ചെയ്യാം കേട്ടോ. നീളത്തിലും കട്ട് ചെയ്യാം, നമുക്ക് കോണായിട്ട് അങ്ങനെയും കട്ട് ചെയ്യാം. അങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. ഇനി എഗ്ഗ് നമുക്ക് പുഴുങ്ങിയതിന് പകരം നമുക്ക് ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ചിക്കന് ഫ്രൈ ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആവും, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ബ്രെഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് കുട്ടികൾക്ക് വെറൈറ്റി റെസിപ്പികളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോൻ്റെ മുന്നായിട്ട് ഞാൻ പഴത്തിൻ്റെ റെസിപ്പികൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നാലാമതായി ഞാൻ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സ് തന്നെയാണ്. അതിന് വേണ്ടി ഞാൻ 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ചെറുതായി കഷ്ണങ്ങളാക്കി ഇങ്ങനെ പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് സവാളയാണ് കേട്ടോ. ഇത് ചോപ്പ് ചെയ്തെടുത്തതാണ്. ചെറുതാക്കി കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിതാ ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക്, മല്ലിയില, കറിവേപ്പില. കുറച്ച് മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എരിവിന് എത്രയാണോ മുളക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആട്ടപ്പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2-3 സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താണ് ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കേട്ടോ. കുറച്ച് പൊടികൾ ഐറ്റംസായിട്ട് കായപ്പൊടി, കുറച്ച് ഗരം മസാല. ഇത്രയുള്ളൂ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. വേറൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ വെള്ളം ചേർക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ചേർത്ത് പൊടികളൊന്നും ചേർത്ത് കൊടുക്കാൻ ആവശ്യമില്ല. ഇനി വെള്ളം കൂടിയാൽ കുറേശ്ശെ മൈദ ഇട്ട് കൊടുക്കാം. വെള്ളം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. കട്ട്ലേറ്റ് ഷേപ്പിലോ പല ഷേപ്പിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ പല രീതിയിലും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും, അവർ കഴിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടും പല ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയെല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടി കുറച്ച് ഓയിൽ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ. അത് ചൂടായ ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കട്ടോ. അഞ്ചാമത്തെ റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. എത്ര എഗ്ഗാണ് നമുക്ക് ആവശ്യം അതിനനുസരിച്ച് എഗ്ഗ് എടുക്കാം കേട്ടോ. അതിന് വേണ്ടി ഞാൻ 4 എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക്. ഇനി ഇതെല്ലാം നല്ല മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. എഗ്ഗ് നല്ല മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില, കറിവേപ്പില, പച്ചമുളക് ഇതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ചിക്കന് വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കന് എല്ലില്ലാത്ത ചിക്കന് കുറച്ച് കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. അത് ചെറുതായിട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കന് വേവിച്ച ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക്, കുറച്ച് ഉപ്പിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം.
ഇനി ഇതിലേക്ക് ചിക്കൻ വേണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് കുക്കുംബർ ഇതെല്ലാം ചേർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ബ്രഷ് ചെയ്തുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ 2 തവി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ല പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കോഴിമുട്ട നമുക്ക് പൊരിച്ചെടുക്കുന്ന ഇതിൽ നമുക്ക് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പരത്തി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് 2 ബ്രെഡ് വെച്ച് കൊടുക്കണം കേട്ടോ. അതിൻ്റെ 2 സെൻറ്റർ അറ്റത്ത് വെച്ച് കൊടുക്കരുത്, ഇതിൻ്റെ നടുവിലായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. ഇത് വെച്ച് കൊടുത്ത് നമുക്ക് അതിൻ്റെ അടിഭാഗം ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ മറിച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ 2 ചട്ടൊക്കെ വെച്ചിട്ടാണ് മറിച്ചിട്ട് എടുത്തിട്ടുള്ളത്. 2 ബ്രെഡ് ആയതുകൊണ്ട് എഗ്ഗും അടിയിലുള്ളത് കൊണ്ട് നമുക്ക് മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് മറിച്ചിട്ട് 2 ചട്ടം എടുത്ത് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് ഇതിൻ്റെ പുറം ഭാഗം വെന്ത ശേഷം മാത്രം ഇതിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ തിരിച്ചിടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 ബ്രെഡ് വെച്ചത് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ബ്രെഡ് ഭാഗം പുറം ഭാഗത്തും എഗ്ഗിൻ്റെ ഭാഗങ്ങൾ ഉള്ളിലും വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ വെജിറ്റബിൾ വെച്ചിട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈസിയാണ്, ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് വേറെ നിറയെ ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട കഴിക്കാൻ. ഈ സിമ്പിളായിട്ടുള്ള 5 റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ട്രൈ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പിയും വീഡിയോ ആയിട്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.